ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ റാഗി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 1 കപ്പ് അളവിൽ റാഗി പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളത്തിനകത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇത് നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനായി തന്നെ ഞാൻ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1 കപ്പ് അളവിലാണ് റാഗി പൊടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് അളവിൽ വെള്ളം മാത്രമാണ് ചൂടാവാൻ വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം ഇതിന് കറക്റ്റായിരുന്നു. അപ്പോൾ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ റാഗിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നനവെത്തുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് സമയം മാറ്റിവെക്കാം. പിന്നീട് 2 മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷമാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അങ്ങനെയാവുമ്പോൾ പൊടി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പൊടി നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ച് നല്ല സോഫ്റ്റായി വരുന്ന സമയം വരെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചൂട് ചെറുതായി ഒന്ന് ആറിയതിന് ശേഷമാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ പൊടി നന്നായി ഇവിടെ കുഴച്ചതിന് ശേഷം ഈ രീതിയിലൊന്ന് ഉരുട്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സേവനാഴിയിലേക്ക് ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ റാഗി മാവ് ഞാനിവിടെ 2ആയി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇത് സേവനാഴിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു തട്ടിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് തേങ്ങ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നിന്നും ഞാനിവിടെ റാഗി മാവ് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ മാവ് ഇതിലൂടെ ഇടിയപ്പത്തട്ടിലേക്ക് നമുക്ക് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ചേർത്തിട്ടാണ് ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അടുത്ത തട്ടിലും ഇതേപോലെ തന്നെ ഞാൻ തേങ്ങ ഒന്ന് ഫിൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് മാവ് അച്ചിൽ നിന്നും പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ എല്ലാ തട്ടിലും ഞാൻ മാവ് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ടും ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തേങ്ങ അടിഭാഗത്തും അതുപോലെ മുകൾ ഭാഗത്തും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ റാഗി ഇടിയപ്പം ഒക്കെ ആവുമ്പോൾ ഇങ്ങനെ തേങ്ങ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം ഒന്നുമില്ല. അതിനുശേഷം ഞാനിതിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം ആവശ്യത്തിന് കുക്കായി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്ത് ഇടിയപ്പത്തട്ട് അടുപ്പിൽ നിന്നും മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഒരു പ്ലേറ്റിലേക്ക് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള റാഗി ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.